ഹായ് മക്കളെ, അപ്പം നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക്സ്, അതായത് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡീഷൻ ഓഫ് വെക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അതായത് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷനും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും എന്താണെന്നുള്ള ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് വൈസ് നിങ്ങൾക്കത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വീഡിയോ എന്ന് പറയും. അപ്പോൾ എന്താണ് വെക്ടർ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും കൂടിയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ ഫോഴ്സിനെ പറ്റി പറയുകയാണ്. ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 5 ന്യൂട്ടനും രണ്ടാമത്തെ 6 ന്യൂട്ടനും ആണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കും മൊത്തം ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ അങ്ങനെ ആലോചിച്ചാൽ കിട്ടില്ല. അത് രണ്ട് സൈഡിൽ നിന്നും, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുമാണോ ആ ഫോഴ്സ് ആക്ട് ചെയ്തത്, അതോ സെയിം സൈഡിൽ നിന്നുമാണോ ആക്ട് ചെയ്തത് എന്ന് വെച്ചാൽ അത് എവിടെ നിന്ന് ആക്ട് ചെയ്യുന്നു, ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്ന് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതനുസരിച്ചിട്ടല്ലേ ആ ടേബിൾ മൂവ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ചില ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ നമ്മൾ സിമ്പിളി എന്ത് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഡയറക്ഷനും പറയണം. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ വെക്ടർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാനുള്ള രണ്ട് ലോ ആണ് എന്ത്, ട്രയാങ്കുലാർ ലോയും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ. എന്താ ട്രയാങ്കുലാർ ലോ പറയുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ആ പിക്ചറും എന്തായാലും അറിയണം. അത് കഴിഞ്ഞ് ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് രണ്ട് വെക്ടേഴ്സ്, ഇഫ് ടു വെക്ടേഴ്സ് റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ഓർഡർ. ഇവിടെ നോക്കി, ഇവിടെ എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും എന്താണ്, അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന രണ്ട് വെക്ടറാണ്. അത് സെയിം ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വെക്ടർ അവസാനിക്കുന്നത് ആ ഹെഡ് പൊസിഷനാണ് ആരോ മാർക്ക് ഉള്ളത്, അവിടെ നിന്നാണ് ബി എന്ന് പറയുന്ന വെക്ടർ തുടങ്ങുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ആയിരിക്കും എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ, അതിൻ്റെ രണ്ടിനെയും കൂടെ സമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾ കാണാതെ പഠിക്കണമല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളോട് പറയാണ്, ഒരാൾ 5 മീറ്റർ സഞ്ചരിച്ചു, പിന്നീട് ഒരു 3 മീറ്ററോട് സഞ്ചരിച്ചു. എങ്ങനെയാണെങ്കിൽ അയാൾ ടോട്ടൽ എത്ര മീറ്റർ സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ദിശയെ പറ്റി, ഡയറക്ഷനെ പറ്റി ഒന്നും പറയാത്തപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അയാൾ 5ഉം 3ഉം മൊത്തം 8 മീറ്റർ സഞ്ചരിച്ചു. പക്ഷേ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ? അയാൾ വന്ന ഡയറക്ഷനിൽ തന്നെ തിരിച്ചു വരുവാണോ അതോ എങ്ങോട്ടാണ്, അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി പറയുമ്പോൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അവിടെ രണ്ടാമത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ആ കേസ് നോക്കിയേ. ഞാൻ നടക്കുകയാണ്, എങ്ങോട്ട്, 5 മീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു. എന്നിട്ട് എവിടെയാണോ ഞാൻ എത്തിയത് ആ പൊസിഷനിൽ നിന്ന് ഞാൻ 3 മീറ്റർ നോർത്തിലേക്ക് നടന്നു. ഇവിടെ എ മുതൽ ബി വരെ എന്ന് പറയുന്നത് എന്താ, ഞാൻ സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇവിടെ ഒരു വെക്ടറാണ്. ആ എത്തിയെടുത്തുനിന്ന് അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ നിന്നും അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു 3 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതാണ് ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബി സി എന്ന് പറയുന്ന ആ നീളം എന്തിനെ സൂചിപ്പിക്കുന്നു, ഞാൻ സഞ്ചരിച്ച ദൂരത്തിനെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്കാണ് ഞാൻ സഞ്ചരിച്ചത് എന്ന് വെച്ചാൽ അതതിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ നിന്നും ഇപ്പം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? എയിൽ നിന്ന് സിയിലേക്ക് നിങ്ങൾ വരയ്ക്കുന്ന ലൈൻ അല്ലേ ശരിക്കും എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ വരച്ച എ ടു ബി ദെൻ ബി ടു സി, അതിൻ്റെ മൂന്നാമത്തെ സൈഡ്, അതായത് ആ ട്രയാങ്കുലാറിൻ്റെ മൂന്നാമത്തെ സൈഡല്ലേ എന്ത് തരുന്നത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നത്. ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കേണ്ടത്. അതായത് 5 മീറ്റർ ഈസ്റ്റിലേക്കും 3 മീറ്റർ നോർത്തിലേക്കും നടന്ന് ഞാൻ എത്ര ദൂരം നടന്നു എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, എയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം കണ്ടു എന്ന് വെച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ ഡയഗണൽ കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ നമുക്ക് ആ എത്ര ദൂരം എന്ത് ചെയ്തു അവിടെ കവർ ചെയ്തു എന്ന് കിട്ടും, എത്ര ദൂരം അവിടെ കവർ ചെയ്തെന്ന് കിട്ടും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കുന്നത്. സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ് എവിടെയും വരുന്നത്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞത്. എന്താ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ പറയുന്നത്, രണ്ട് വെക്ടർ ഉണ്ട്, ഇവിടെയും രണ്ട് വെക്ടറാണ്. ആ രണ്ട് വെക്ടറും ആക്ട് ചെയ്യുന്ന ഒരു സെയിം പോയിന്റിലാണ്. ഇവിടെ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിലാണ് വെക്ടർ പിയും അതുപോലെ തന്നെ വെക്ടർ ക്യൂവും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ എന്താണ്, റിസൾട്ടൻ്റ് എവിടെയായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ എവിടെയായിട്ടുണ്ടാവുകയെന്ന് അത് കണ്ടുപിടിക്കാനാണല്ലോ പാരലോഗ്രാമിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് രണ്ട് വെക്ടേഴ്സ്, അതായത് ഒരു സെയിം പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ സൈഡായിട്ട് എടുക്കുകയാണെങ്കിൽ അതേ പാരലോഗ്രാമിൻ്റെ ഡയഗണലിലൂടെ ആയിരിക്കും എന്താ ആക്ട് ചെയ്യുക, അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടായിരിക്കുക. ഇതും ഞാൻ കോൺസെപ്റ്റ് വൈസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഒരു ഫോഴ്സ് ഇപ്പോൾ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, ഈസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ബോക്സ് ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട്. ഇവിടെ നോക്കിയ താഴത്തെ ചിത്രം നോക്കൂ, ഒരു ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ബോക്സാണ്. ഒരാൾ അതിനെ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഒരു നൂല് കെട്ടിയിട്ട് വലിക്കുന്നു. വേറൊരാൾ അതേ സമയത്ത് എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് അതേലൊരു നൂല് കെട്ടിയിട്ട് വലിക്കുന്നു.
ഈ ബോക്സ് രണ്ട് സൈഡിലേക്ക്, ഈ പറയുന്ന രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഫ്രണ്ടും കൂടി ക്ലാസ്സിലിരിക്കുകയാണ്. രണ്ടുപേരുടെ ടേബിളിൽ എന്തുണ്ട്, ഒരു ബോക്സ് ഇരിപ്പുണ്ട്. രണ്ടുപേരും ഓരോ നൂല് കിട്ടിയിട്ടുണ്ട്. ഒരാൾ അതിനെ ഈസ്റ്റിലേക്ക് വലിക്കുന്നു, ഒരാൾ അതിനെ എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് വലിക്കുന്നു. പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക എന്തായിരിക്കില്ല, ഈസ്റ്റിലേക്കും ആയിരിക്കില്ല, നോർത്തിലേക്കും ആയിരിക്കില്ല. പകരം ഈ രണ്ട് ഫോഴ്സും, ഇവർ രണ്ട് ദിശയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്, ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ബോക്സ് മൂവ് ചെയ്യുക. അതാണ് ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ മോഷൻ ഏത് ഡയറക്ഷനിലായിരിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ എങ്ങനെയാണ് കിട്ടിയത്, ഈ പറയുന്ന ലോസിൻ്റെ ഹെൽപ്പോട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ രണ്ട് പോയിന്റും ഡയഗണലായിട്ട് വരുന്ന ആ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവുക. അതായത് ബോക്സ് മൂവ് ചെയ്യുക, ഈ രണ്ടിൻ്റെയും നടുക്കൂടെ ഒരു ഡയറക്ഷനിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഓക്കെ, അത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കും, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടും. പക്ഷേ ഒരു ഡെയിലി ലൈഫിൽ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡെയിലി ലൈഫിൽ അത് എന്തിനാണ് നമ്മളത് പഠിക്കുന്നത് എന്നൊരു ചോദ്യമില്ലേ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പം വെക്റ്റർ ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷൻ കൂടി പറയുന്ന ക്വാണ്ടിറ്റീസിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടില്ല. അതിന് ഡയറക്ഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് പോലെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അത് ഇവിടെ നിന്നും എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇത് ദിശയിൽ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ക്വാണ്ടിറ്റീസിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ലോ ആണ് എന്ത്, ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷനും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. ട്രയാങ്കുലാർ ലോ പറയുന്നത് എന്താണ്, നമ്മളൊരു രണ്ട് വെക്ടേഴ്സ് which is taken in the same order by the two adjacent sides of a triangle, then the third side of the triangle will represent the resultant vector. ഞാൻ ആ പറഞ്ഞ കോൺസെപ്റ്റ് കൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, എങ്കിൽ നിങ്ങളത് മറന്നു പോകാണ്ടിരിക്കും. ഇനി പാരലോഗ്രാം ലോ വന്നാൽ എങ്ങനെയാണ്, അവിടെ എന്താണ്, രണ്ടും സെയിം പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക, റിസൾട്ടിൻ്റെ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഡയഗണലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.